കേരള കോൺഗ്രസിന്റെ പ്രകടനത്തിലേക്ക് വരുമ്പോൾ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമാകുമോ എന്ന ആശങ്ക കേരള കോൺഗ്രസ് എമ്മിനുണ്ട് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് വോട്ടെടുപ്പിന് ശേഷമുള്ള വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിറ്റിംഗ് സീറ്റുകളിൽ കടുത്ത പോരാട്ടമാണ് നേരിട്ടത് എന്നതുകൂടിയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നമ്മൾ ഇനി അതാണ് പരിശോധിക്കാൻ പോകുന്നത്. അതായത് നമുക്കറിയാം, UDF-നോട് ഒപ്പം നിന്നിരുന്ന കേരള കോൺഗ്രസ് എം പിന്നീട് ഇടതുപക്ഷത്തോടൊപ്പം ചേരുകയും അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുമ്പോൾ അതൊരു ശരിയായ രാഷ്ട്രീയ തീരുമാനം ആയിരുന്നു എന്ന് വിലയിരുത്തിയിരുന്നവർ ഉണ്ട്. എന്നാൽ ഇത്തവണ ഈ മത്സരത്തിലേക്ക് വന്നപ്പോൾ സാഹചര്യം മാറിയോ എന്ന് കേരള കോൺഗ്രസ് എമ്മിന് തന്നെ സംശയം എന്നതാണ് പുതിയ വിവരമായി പറയാൻ പോകുന്നത്. അതായത് സിറ്റിംഗ് സീറ്റുകൾ ഇടുക്കി, പൂഞ്ഞാർ, റാന്നി, ചങ്ങനാശ്ശേരി അങ്ങനെയുള്ള സീറ്റുകളിൽ അടക്കം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്താൻ സാധിച്ചു എതിരാളികൾക്ക് എന്ന ഒരു പൊതു വിലയിരുത്തലിൽ തന്നെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എം ഉള്ളത് എന്നതാണ്. അതോടൊപ്പം തന്നെയാണ് ഈ സഭാ വോട്ടുകൾ UDF-ലേക്ക് കേന്ദ്രീകരിച്ചോ എന്ന ഒരു സംശയം. നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പൊതുവെ ന്യൂനപക്ഷ വോട്ടുകൾ എല്ലാം തന്നെ UDF-ന് അനുകൂലമായി എന്നതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതേസമയം പാലായും കാഞ്ഞിരപ്പള്ളിയും അവിടെ വലിയ ആത്മവിശ്വാസം ഇത്തവണ കേരള കോൺഗ്രസ് പുലർത്തുന്നുമുണ്ട്. എന്ത് തന്നെ സാഹചര്യങ്ങൾ ഉണ്ടായാലും ഈ രണ്ട് മണ്ഡലങ്ങളിലും വിജയിക്കും എന്നുകൂടിയാണ് കേരള കോൺഗ്രസ് കണക്കാക്കുന്നത്. എന്താണ് അതിൻ്റെ പശ്ചാത്തലം? എന്തുകൊണ്ടാണ് ഇപ്പോൾ കേരള കോൺഗ്രസിന് ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ടാകുന്നത് എന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ആണ് ശ്രീജിത്ത് നൽകുക. ശ്രീജിത്ത്, നമുക്കറിയാമല്ലോ, ഇപ്പോൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നോട് ഒപ്പം നിന്നിരുന്നവർ ആണ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും വലിയ പ്രതിഷേധം ഉയർന്നു വന്നത് DYFIയുടെ ഭാഗത്ത് നിന്ന്, CPM-ൻ്റെ ഭാഗത്ത് നിന്നായിരുന്നു. രാപ്പൽ സമരം പോലെയുള്ള വലിയ പ്രതിഷേധ പരിപാടികൾക്ക് ഇടതുപക്ഷം രൂപം നൽകിയിരുന്നു. ധനമന്ത്രിയായിരുന്ന KM മാണിയെ സഭയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കാതെ അവിടെ കുത്തിയിരുന്ന് സമരം നടത്തിയിരുന്നു. അങ്ങനെയുള്ള കേരള കോൺഗ്രസ് എമ്മാണ് പിന്നീട് ഇടതുമുന്നണിയുടെ ഭാഗമായത്. ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും അവർ അധികാരത്തിൻ്റെ ഭാഗമാവുകയും റോഷി അഗസ്റ്റിൻ മന്ത്രിയാകുകയും ഒക്കെ ചെയ്തപ്പോൾ അതൊരു ശരിയായ രാഷ്ട്രീയ തീരുമാനം എന്ന് രാഷ്ട്രീയ രംഗത്തുള്ളവർ വിലയിരുത്തി. ഇപ്പോഴിതാ അതേ കേരള കോൺഗ്രസ് തന്നെ ആശങ്കപ്പെടുകയാണ്. ശക്തമായ മത്സരമോ ഇഞ്ചോടിഞ്ച് പോരാട്ടമോ ഒക്കെയാണ് സിറ്റിംഗ് സീറ്റുകളിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് വിലയിരുത്തുന്നു. അതിന് ഈ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകളടക്കം കാരണമായോ എന്ന സംശയമൊക്കെ പുലർത്തുകയാണ്. എന്താണ് ഇങ്ങനെയൊരു ആശങ്കയ്ക്ക് ഇപ്പോൾ വഴിവെക്കുന്നത് ശ്രീജിത്ത്? അഭിലാഷ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വളരെ വിശദമായ കണക്കുകൾ പുറത്തു വന്നതോടുകൂടിയുള്ള ഒരു കണക്കുകൂട്ടലിൽ CPM തന്നെ പല സീറ്റുകളും ഇത്തരം സീറ്റുകൾ ഉറപ്പിക്കുന്നില്ല എന്നുള്ളതാണ് കേരള കോൺഗ്രസിന്റെ കൂടി ഒരു ആശങ്കയായി ഉയർന്നു വന്നിട്ടുള്ളത്. പാലാ പിടിക്കും, ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി ജയിക്കും. ഈ രണ്ട് സീറ്റുകളിൽ മാത്രമാണ് ഒരു ഉറപ്പ് എന്ന നിലയിലേക്ക് CPM പോലും കണക്ക് കൂട്ടിയത്. ഇതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിച്ചപ്പോഴാണ് രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെ പലയിടത്തും ഒരുപക്ഷെ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടാകാമെന്ന വിലയിരുത്തലിലേക്ക് അവരെത്തുന്നത്. പ്രത്യേകിച്ച് സഭകൾ കഴിഞ്ഞ കുറേ കാലമായി സർക്കാരിനെതിരെയായിരുന്നു. ഇടുക്കി അടക്കമുള്ള മേഖലകളിൽ മലയോര പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരന്തര സമരത്തിലായിരുന്നു സഭകൾ. ഇടുക്കി പോലെ റോഷി അഗസ്റ്റിൻ മത്സരിച്ചിരുന്ന ഒരു സീറ്റ് അത്രയും ഒരു UDF-നോട് ചേർന്ന് നിന്നിരുന്ന, കാലങ്ങളായി റോഷി അഗസ്റ്റിലൂടെ തന്നെ UDF-നോട് ചേർന്ന് നിന്നിരുന്ന ഒരു സീറ്റാണ്. ആ സീറ്റ് കഴിഞ്ഞ തവണ ഒരു പൊതു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ജയിച്ചത്. മാത്രമല്ല, ഇത്തവണ കോൺഗ്രസ് തന്നെ ആ സീറ്റ് ഏറ്റെടുത്ത് മത്സരിക്കുമ്പോൾ ഒരു പരമ്പരാഗതമായി UDF വോട്ടുകൾ പരമാവധി കോൺഗ്രസിലേക്ക്, റോയ് കെ പൗലോസിലേക്ക് എത്തുമെന്ന കണക്കുകൂട്ടലാണ് അവരെ സംബന്ധിച്ചുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇഞ്ച് പോരാട്ടം നടക്കുന്നത്. ഒരുപക്ഷെ റോഷി അഗസ്റ്റിന്റെ വിജയം അത്രയും ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിലയിരുത്തൽ. സമാനമാണ് റാന്നിയുടെ അവസ്ഥ. കഴിഞ്ഞ തവണ ഒരു സംസ്ഥാനത്ത് ഇടത് തരംഗം ഉണ്ടായിട്ടും 1200 പരം വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ പ്രമോദ് നാരായണന് വിജയിക്കാൻ കഴിഞ്ഞത്. ഇത്തവണ പഴകുളം മധുവിനെ പോലെ പത്തനംതിട്ട ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവ് തന്നെ അവിടെ എത്തി മത്സരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അവിടെ BDJS-ഉം BJP-യും ഒക്കെ ആയിരുന്നു മത്സരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പായി BDJS വന്ന ശേഷം അവർ മത്സരിക്കുകയും ഏതാണ്ട് 10-30,000-ഓളം വോട്ട് പത്മകുമാറിനൊക്കെ, BDJS-ന്റെ പത്മകുമാറിനൊക്കെ കിട്ടുന്ന ഒരു മണ്ഡലമായിരുന്നു. പക്ഷേ ഇത്തവണ 2020 വരുന്നു. ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അദ്ദേഹത്തിന് എത്രത്തോളം ക്രൈസ്തവ വോട്ടുകൾ പിടിക്കാൻ കഴിയുമെന്ന സംശയം 2020 എന്ന നിലയിൽ കൂടി, പ്രത്യേകിച്ച് ആ മണ്ഡലത്തിലൊക്കെ NDAയ്ക്ക് ഒരു ശക്തിയുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് 2020യുടെ സ്വാധീനം എന്ത് എന്ന ചോദ്യം നിൽക്കുകയാണ്. മാത്രമല്ല, ശബരിമല വിഷയമൊന്നും തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല എന്ന സ്ഥാനാർത്ഥിയുടെ
പ്രസ്താവന ഒടുവിൽ കുമ്മനം രാജശേഖരന് തന്നെ തിരുത്തേണ്ടി വന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഹൈന്ദവ വോട്ടുകൾ ഉൾപ്പെടെ അവിടെ ചോരാൻ സാധ്യതയുണ്ട് ഈ NDAക്ക്. അതൊരു പക്ഷേ കോൺഗ്രസിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ല. അങ്ങനെ വന്നാൽ അവിടെ ആ സീറ്റും ഉറപ്പിക്കാൻ കഴിയില്ല എന്നൊരു കണക്കുകൂട്ടലാണ് കേരള കോൺഗ്രസ് എം നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉള്ളത്. സമാനമാണ് ചങ്ങനാശ്ശേരിയുടെ സാഹചര്യവും. ചങ്ങനാശ്ശേരിയിൽ രൂക്ഷമായ പോരാട്ടം നടന്ന ഒരു മണ്ഡലമാണ്. കേരള കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. പക്ഷേ ഈ ക്രൈസ്തവ സഭ ഇത്തവണ UDF അനുകൂലമായി ഒരു പോളറൈസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ പൊതുവെ ഉയർന്നു വരുന്നുണ്ട്. അത് മുസ്ലിം സമുദായമാണെങ്കിലും പലയിടത്തും അങ്ങനെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചങ്ങനാശ്ശേരിയും അങ്ങനെ ഉറപ്പിക്കാൻ കഴിയാത്തൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിലും അപകടകരമായ ഒരു സാഹചര്യമുള്ളത് പൂഞ്ഞാറാണ്. പൂഞ്ഞാറിൽ SDPI വോട്ട് സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊരു സേഫ് സാഹചര്യമാണ്. കഴിഞ്ഞ തവണ അങ്ങനെയാണ് കുളത്തിങ്കൽ ജയിച്ചത്. പക്ഷേ ഇപ്പുറത്ത് കഴിഞ്ഞ തവണ ലഭിച്ചിരുന്ന ക്രൈസ്തവ വോട്ടുകളിൽ ചോർച്ചയുണ്ടോ? അത് അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ എന്ന സജി തലപ്പലം എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന് കാര്യമായ വോട്ടുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പൂഞ്ഞാർ വിജയിക്കും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും കണക്ക്. ഇപ്പുറത്ത് BJP എന്ന പേരിലാണെങ്കിലും PC ജോർജ് അതിശക്തമായ പ്രചരണവും സാന്നിധ്യവുമായി നിൽക്കുന്നു. കോൺഗ്രസിന്റെ കണക്കിലടക്കം 3 പഞ്ചായത്തുകളിലോടം PC ജോർജ് മുന്നിട്ട് നിൽക്കും എന്ന കണക്കുകളുണ്ട്. പ്രത്യേകിച്ച് പൂഞ്ഞാർ തെക്കേക്കര കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ പഞ്ചായത്ത് BJP ഭരണം പിടിക്കുക ഉൾപ്പെടെ ചെയ്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കോരുത്തോടും മുന്നിൽ നിൽക്കും എന്ന് പറയുന്നു. തിടനാടും ഒരുപക്ഷെ മുന്നിൽ പോകാമെന്ന കണക്കുകൾ കോൺഗ്രസിലുണ്ട്. എരുമേലിയും ഒപ്പം തന്നെ ഈരാറ്റുപേട്ടയും മുണ്ടക്കയും ഒക്കെയുള്ള മുസ്ലിം വോട്ടുകളുടെ വലിയൊരു ആധിക്യം കോൺഗ്രസിലേക്ക് ചെല്ലുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. അവിടെയാണ് സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന് ഒരു ആശങ്ക നിൽക്കുന്നത്. പക്ഷേ കുളത്തിങ്കൽ കഴിഞ്ഞ കുറേ കാലമായി ആ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. ഈ മുസ്ലിം വോട്ടുകൾ അടക്കം എങ്ങനെ പിടിച്ചെടുക്കണം എന്ന് കൃത്യമായ ധാരണയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ കുളത്തിങ്കൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ പാർട്ടി അത്രയും വലിയ ആത്മവിശ്വാസത്തിലാണ് എന്ന് ഇങ്ങനെ കരുതാൻ വയ്യ. അങ്ങനെയാണ് ഒരുപക്ഷെ സിറ്റിംഗ് സീറ്റുകളുടെ കാര്യത്തിൽ കാഞ്ഞിരപ്പള്ളി ഉറപ്പിക്കുകയാണ്. പാല അധികമായി പിടിക്കുമെന്നും അവർ കണക്ക് കൂട്ടുന്നു. പക്ഷേ ബാക്കി മണ്ഡലങ്ങളുടെ കാര്യം ഒരു ഞാണിന്മേൽ കളി പോലെ നിൽക്കുകയാണ്. അഭിലാഷ്. യെസ്, ഇപ്പോൾ തന്നെ വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ട് എന്നതാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് സിറ്റി സീറ്റുകളിൽ അതിശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മണ്ഡലങ്ങളുടെയും അതോടൊപ്പം തന്നെ വിവിധ മുന്നണികളുടെയും പാർട്ടികളുടെയും ഒക്കെ വിലയിരുത്തലുകൾ സംബന്ധിച്ച വാർത്താ തുടർച്ചയുടെ ഭാഗമായാണ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ഇത്തരത്തിൽ ചില നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു എന്ന വിവരം കൂടി ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ തന്നെ അടുത്ത സർക്കാർ രൂപീകരിക്കാൻ പോകുന്നത് UDF ആണ് എന്ന വലിയ ആത്മവിശ്വാസം കോൺഗ്രസും ഒപ്പം ഘടകകക്ഷികളുമൊക്കെ വെച്ചു പുലർത്തുന്നുണ്ട്. അതിനിടയിലായിരുന്നു അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ തലപൊക്കിയത്. പ്രത്യേകിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC അധ്യക്ഷനും ആയിരുന്ന K. സുധാകരൻ്റെ ഒരു പോസ്റ്റ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നു. അദ്ദേഹം KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കുറിച്ചത്. അതിൽ മുഖ്യമന്ത്രി എന്നൊന്നും പരാമർശിച്ചില്ല എങ്കിൽ പോലും അതുതന്നെയായിരുന്നു ലക്ഷ്യം എന്നത് എല്ലാവർക്കും അറിയാം. മാത്രവുമല്ല, യുവ നേതാക്കൾ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തതോടുകൂടി അത് വലിയ തോതിൽ ചർച്ചയാകുന്നു. എന്നാൽ ഹൈക്കമാൻഡ് കൃത്യമായി ഇടപെടുകയും ഇത്തരം പരസ്യ പ്രസ്താവനകളിലൂടെ അണികളെയും പ്രവർത്തകരെയും ഒക്കെ നിരാശപ്പെടുത്തരുത് എന്ന കൃത്യമായ വാണി നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് തനിക്ക് അഭിപ്രായമുണ്ട് എന്നാണ് K. മുരളീധരൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ്, പറയുന്നത്. പക്ഷേ തൻ്റെ നിലപാട് മെയ് 4-ന് ശേഷം മാത്രമേ പറയുകയുള്ളൂ. ഇക്കാര്യം വേഗം തീരുമാനിക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ കാണാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നും K. മുരളീധരൻ പറയുകയാണ്. 18 ദിവസമുണ്ട് ഇലക്ഷൻ റിസൾട്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.